ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 കറണ്ട് അഫേഴ്സാണ്. ഒന്നാമത്തെ ചോദ്യം, US നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വന്തം നാടുകളിലേക്ക് അയക്കുന്നതുവരെ പാർപ്പിക്കാൻ സന്നദ്ധത അറിയിച്ച മധ്യ അമേരിക്കൻ രാജ്യമാണ് കോസ്റ്ററിക്ക. അതായത് US നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വന്തം നാടുകളിലേക്ക് അയക്കുന്നതുവരെ പാർപ്പിക്കാൻ സന്നദ്ധത അറിയിച്ച മധ്യ അമേരിക്കൻ രാജ്യമാണ് കോസ്റ്ററിക്ക. 2025 ലോക പയർവർഗ്ഗ ദിനത്തിൻ്റെ വിഷയം പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രോ ഫുഡ് സിസ്റ്റംസ്. കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന 2025 നിശാഗന്ധി പുരസ്കാര ജേതാവ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി കഥക് നർത്തകനാണ്. കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന 2025 നിശാഗന്ധി പുരസ്കാര ജേതാവാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി കഥക് നർത്തകനാണ്. ഇന്ത്യയുടെ എത്രാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഗ്യാനേഷ് കുമാർ? 26ാമത്തെ. അപ്പോൾ 26ാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഗ്യാനേഷ് കുമാർ. 2025 അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ആക്ഷൻ ഉച്ചകോടി നടന്നത് പാരീസിൽ. 2025 അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ആക്ഷൻ ഉച്ചകോടി നടന്നത് പാരീസാണ്. 2026 നടക്കുന്ന 25ാമത് വിൻ്റർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് മിലാൻ കോർട്ടിന, ഇറ്റലി. 2026 നടക്കുന്ന 25ാമത്തെ വിൻ്റർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഇറ്റലിയിലെ മിലാൻ കോർട്ടിന. രാജ്യത്തെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് പട്ടം, തിരുവനന്തപുരം. എവിടെയാണ് രാജ്യത്തെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? പട്ടം, തിരുവനന്തപുരം. 2025 ഫെബ്രുവരിയിൽ ചന്ദ്രനിൽ ഇറങ്ങിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസിൻ്റെ പേടകം ബ്ലൂ ഗോസ്റ്റ്. 2025 ഫെബ്രുവരിയിൽ ചന്ദ്രനിൽ ഇറങ്ങിയ അമേരിക്കൻ സ്വകാര്യ കമ്പനിയുടെ ഫയർഫ്ലൈ എയ്റോസ്പേസിൻ്റെ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ്. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് ഗ്രോക്ക് 3. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മനു ബാക്കർ. BBC സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മനു ബാക്കർ. വിവർത്തനത്തിനുള്ള 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് KV കുമാരൻ. വിവർത്തനത്തിലുള്ള 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് KV കുമാരൻ. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയവയാണ് പട്ന പക്ഷി സങ്കേതം, ചരി ദണ്ഡ്. 2020 അല്ല, 2026. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പക്ഷി സങ്കേതമാണ് പാട്ന പക്ഷി സങ്കേതം, അതുപോലെ ചരി ദണ്ഡ്. അപ്പോൾ കറണ്ട് അഫേഴ്സ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.